ചരിത്രത്തിൽ ഒരേ സമയം ഭയവും അത്ഭുതവും ജനിപ്പിച്ച ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ദ ഗോൾഡൻ ഏജ് ഓഫ് പൈറസി. കരീബിയൻ ദ്വീപുകളിൽ പീരങ്കികളുടെ മുഴക്കവും രക്തത്തിന്റെ ഗന്ധവും സ്വർണ്ണ നാണയങ്ങളുടെ കിലുക്കവും മാത്രം കേട്ടിരുന്ന കാലം. നമ്മൾ ഇന്ന് കാണുന്ന പൈറേറ്റ്സ് ഓഫ് കരീബിയൻ സിനിമകളിലെ ജാക്ക് സ്പാരോയെ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ അതിനേക്കാൾ വർണ്ണാഭമായ, അതിനേക്കാൾ തന്ത്രശാലിയായ ഒരു ജാക്ക് ഉണ്ടായിരുന്നു. ജോൺ റാഖം അഥവാ കാലിക്കോ ജാക്ക്. അയാൾ ഏറ്റവും വലിയ യുദ്ധവീരനായിരുന്നില്ല, ഏറ്റവും ക്രൂരനുമായിരുന്നില്ല. പക്ഷേ ചരിത്രത്തിൽ മറ്റാരേക്കാളും ആഴത്തിൽ തൻ്റെ പേര് അയാൾ എഴുതി ചേർത്തു. ഇന്നും നമ്മൾ കാണുന്ന തലയോട്ടിയും രണ്ടെല്ലുകളുമുള്ള കറുത്ത പതാക ലോകത്തിന് സമ്മാനിച്ചത് അവനാണ്. ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തരായ 2 വനിതാ കടൽ കൊള്ളക്കാരെ ആൻ ബോണിയും മേരി റീഡും സൃഷ്ടിച്ചതും അവനാണ്. ഒരു സാധാരണ ക്വാർട്ടർ മാസ്റ്ററിൽ നിന്ന് കപ്പലിലെ ക്യാപ്റ്റനിലേക്കും അവിടെ നിന്ന് ചരിത്രത്തിലെ ഒരു ഇതിഹാസത്തിലേക്കും അവൻ എങ്ങനെ വളർന്നു? പ്രണയവും ചതിയും പ്രതികാരവും നിറഞ്ഞ ആ ജീവിതകഥ നമുക്കാരംഭിക്കാം. ഈ കഥയിലേക്ക് കടക്കുന്നതിന് മുൻപ് ഒരു ചെറിയ കാര്യം. നിങ്ങളിപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലിരുന്നാണിത് കേൾക്കുന്നത്? അവിടെ ഇപ്പോഴത്തെ സമയം എത്രയായി? താഴെ കമന്റ് ചെയ്യൂ. നമുക്ക് നോക്കാം നമ്മുടെ കേൾവിക്കാർ എവിടെയൊക്കെയുണ്ടെന്ന്. വർഷം 1718. സ്ഥലം ബഹാമാസിലെ ന്യൂ പ്രൊവിഡൻസ് അഥവാ നാസോ. കരീബിയൻ കടൽ അന്ന് ശാന്തമായിരുന്നില്ല. തിരമാലകൾക്ക് പോലും രക്തത്തിന്റെ രുചിയുണ്ടായിരുന്നു. ബ്രിട്ടീഷ് നാവികസേനയും സ്പെയിനും തമ്മിലുള്ള യുദ്ധങ്ങൾ അവസാനിച്ച സമയം. യുദ്ധം കഴിഞ്ഞതോടെ ആയിരക്കണക്കിന് നാവികർക്ക് ജോലിയില്ലാതായി. വിശപ്പും ദാരിദ്ര്യവും സഹിക്കാൻ വയ്യാതെ പലരും കയ്യിൽ കിട്ടിയ ആയുധങ്ങളുമായി കടലിലിറങ്ങി. അവർക്ക് ഒരേയൊരു നിയമമേ ഉണ്ടായിരുന്നുള്ളൂ: പിടിച്ചുപറിക്കുക അല്ലെങ്കിൽ മരിക്കുക. അക്കൂട്ടത്തിൽ ഒരാളായിരുന്നു ജോൺ റാക്കാം. തുടക്കത്തിൽ ജോൺ റാക്കാം ആരും ഭയപ്പെടുന്ന ഒരു വലിയ ക്യാപ്റ്റനായിരുന്നില്ല. 1718 തുടക്കത്തിൽ കുപ്രസിദ്ധനായ കടൽക്കൊള്ളക്കാരൻ ചാൾസ് വെയിനിന്റെ കപ്പലിലെ ക്വാർട്ടർ മാസ്റ്ററായിരുന്നു റാക്കാം. ഒരു പൈറേറ്റ് കപ്പലിൽ ക്യാപ്റ്റൻ കഴിഞ്ഞാൽ ഏറ്റവും അധികാരമുള്ള സ്ഥാനമാണ് ക്വാർട്ടർ മാസ്റ്റർ. കപ്പലിലെ അച്ചടക്കം സൂക്ഷിക്കുക, കൊള്ള മുതൽ തുല്യമായി വീതിക്കുക, ക്യാപ്റ്റന്റെ തീരുമാനങ്ങൾ ക്രൂവിനെ അറിയിക്കുക എന്നിവയായിരുന്നു അയാളുടെ ചുമതല. റാക്കാം മറ്റു കടൽക്കൊള്ളക്കാരെ പോലെയായിരുന്നില്ല. മുഷിഞ്ഞ വസ്ത്രങ്ങൾക്ക് പകരം ഇന്ത്യയിൽ നിന്ന് വരുന്ന വർണ്ണാഭമായ കാലിക്കോ തുണികൾ കൊണ്ടുള്ള വസ്ത്രങ്ങളാണ് അവൻ ധരിച്ചിരുന്നത്. തിളങ്ങുന്ന നിറങ്ങളിലുള്ള കോട്ടുകളും പാൻറ്റുകളും. അതുകൊണ്ടുതന്നെ കപ്പലിലുള്ളവർ അവനെ സ്നേഹത്തോടെയും ചിലപ്പോൾ പരിഹാസത്തോടെയും വിളിച്ചു കാലിക്കോ ജാക്ക്. അവന്റെ ബുദ്ധി കൂർമ്മതയുള്ളതായിരുന്നു. ചാൾസ് വെയിൻ എന്ന ക്യാപ്റ്റൻ ക്രൂരനും മുൻകോപിയുമായിരുന്നു. പലപ്പോഴും ക്രൂ അംഗങ്ങളെ വെയിൻ ക്രൂരമായി മർദ്ദിക്കുമായിരുന്നു. എന്നാൽ റാക്കാം ശാന്തനായിരുന്നു. അവൻ നാവികർക്കിടയിൽ നടന്ന് അവരുടെ പരാതികൾ കേട്ടു, അവരുടെ വിശപ്പിനെക്കുറിച്ച് സംസാരിച്ചു. പതുക്കെ പതുക്കെ ക്യാപ്റ്റൻ വെയിനേക്കാൾ കൂടുതൽ സ്വാധീനം കപ്പലിൽ റാക്കാമിനുണ്ടായി തുടങ്ങി. പക്ഷേ അതാരും പുറത്തു പറഞ്ഞില്ല. കാരണം വെയിനിനെ എതിർത്താൽ മരണമുറപ്പാണ്. ആ സമയത്താണ് ബഹാമാസിലെ ഗവർണറായി വുഡ്സ് റോജേഴ്സ് എത്തുന്നത്. കടൽക്കൊള്ളക്കാരെ അടിച്ചമർത്താൻ ഇംഗ്ലണ്ട് അയച്ച കർക്കശനായ ഗവർണർ. റോജേഴ്സ് ഒരു പ്രഖ്യാപനം നടത്തി: ഇതുവരെ ചെയ്ത കുറ്റങ്ങൾ ഏറ്റുപറഞ്ഞ് കീഴടങ്ങുന്നവർക്ക് രാജാവ് മാപ്പ് നൽകും, അല്ലാത്തവരെ തൂക്കിലേറ്റും. പല കടൽക്കൊള്ളക്കാരും ഭയന്ന് മാപ്പ് സ്വീകരിച്ചു. പക്ഷേ ചാൾസ് വെയിനും നമ്മുടെ കാലിക്കോ ജാക്കും അതിന് തയ്യാറായിരുന്നില്ല. അവർ റോജേഴ്സിന്റെ കപ്പലുകൾക്ക് നേരെ വെടിയുതിർത്ത് നാസോയിൽ നിന്ന് രക്ഷപ്പെട്ടു. റേഞ്ചർ എന്ന കപ്പലിലായിരുന്നു അവരുടെ യാത്ര. കടലിലെ ദിനങ്ങൾ നീണ്ടു. കൊള്ളയടിക്കാൻ കപ്പലുകളൊന്നും കിട്ടാതായപ്പോൾ ക്രൂ അംഗങ്ങൾ അസ്വസ്ഥരായി. ക്യാപ്റ്റൻ വെയിനിന്റെ തീരുമാനങ്ങൾ പലപ്പോഴും പിഴച്ചു. അയാൾ സ്വന്തം ലാഭത്തിനു വേണ്ടി മാത്രം ചിന്തിക്കുന്നവനാണെന്ന് നാവികർ മന്ത്രിച്ചു തുടങ്ങി. റാക്കാം ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ അവസരത്തിനായി കാത്തിരുന്നു. അങ്ങനെയിരിക്കെയാണ് ആ സംഭവം നടക്കുന്നത്. റാക്കാമിന്റെ ജീവിതം മാറ്റിമറിച്ച ആ നിമിഷം. വിൻഡ്വേർഡ് പാസേജിന് സമീപം അവർ ഒരു കപ്പലിനെ കണ്ടു. ദൂരെ നിന്ന് നോക്കുമ്പോൾ അതൊരു സാധാരണ ഫ്രഞ്ച് കപ്പലാണെന്ന് തോന്നി. കൊള്ളയടിക്കാൻ പറ്റിയ ഇര. വെയിൻ ആവേശത്തോടെ കപ്പലിനെ ആക്രമിക്കാൻ ഉത്തരവിട്ടു. പക്ഷെ അടുത്തെത്തിയപ്പോഴാണ് അവർക്ക് പിഴവ് മനസ്സിലായത്. അതൊരു സാധാരണ കപ്പലായിരുന്നില്ല. ഫ്രാൻസിന്റെ വമ്പൻ യുദ്ധക്കപ്പലായ മാൻ ഓഫ് വാർ ആയിരുന്നു അത്. പീരങ്കികൾ കൊണ്ട് സജ്ജമായ 100 കണക്കിന് സൈനികരുള്ള ഒരു ഭീമൻ. ക്യാപ്റ്റൻ ചാൾസ് വെയിൻ ഭയന്നുപോയി. പിന്തിരിയൂ, വേഗം കപ്പൽ തിരിക്കൂ, അയാൾ അലറി. എന്നാൽ കാലിക്കോ ജാക്ക് മുന്നോട്ട് വന്നു. അവന്റെ കണ്ണുകളിൽ ഭയമായിരുന്നില്ല, മറിച്ച് ഒരുതരം ഭ്രാന്തമായ ആവേശമായിരുന്നു. നമ്മൾ എന്തിനോടണം ക്യാപ്റ്റൻ? റാക്കാം ചോദിച്ചു. ആ വലിയ കപ്പലിന്റെ ഭാരം കാരണം അവർക്ക് വേഗത്തിൽ തിരിയാൻ കഴിയില്ല. നമ്മുടെ കപ്പൽ ചെറുതാണ്,
വേഗമുള്ളതാണ്. നമുക്കവരുടെ തൊട്ടടുത്ത് ചെന്ന് ആക്രമിച്ച് കീഴടക്കാം. ആ കപ്പൽ പിടിച്ചെടുത്താൽ നമ്മൾ രാജാക്കന്മാരാകും. റാക്കാമിന്റെ വാക്കുകൾ ക്രൂ അംഗങ്ങളിൽ ആവേശം നിറച്ചു. അവർക്ക് യുദ്ധം വേണമായിരുന്നു, അവർക്ക് സ്വർണം വേണമായിരുന്നു. പക്ഷേ വെയിൻ വഴങ്ങിയില്ല. ഞാനാണ് ക്യാപ്റ്റൻ, എന്റെ ഉത്തരവ് അനുസരിച്ചാൽ മതി, പിന്തിരിയുക. വെയിനിന്റെ നിർബന്ധത്തിന് വഴങ്ങി അവർ അന്ന് പിന്തിരിഞ്ഞു. ഫ്രഞ്ച് കപ്പലിൽ നിന്ന് രക്ഷപ്പെട്ട അവർ ഓടി. പക്ഷേ ആ കപ്പലിന്റെ ഡെക്കിൽ വെച്ചൊരു കാര്യം തീരുമാനിക്കപ്പെട്ടു. നാവികരുടെ കണ്ണുകളിൽ വെയിൻ ഒരു ഭീരുവായി മാറി, റാക്കാം അവരുടെ നായകനും. അന്ന് രാത്രി കപ്പലിലെ അന്തരീക്ഷം കലുഷിതമായിരുന്നു. വെയിൻ തന്റെ ക്യാബിനിൽ മദ്യപിച്ചു കിടന്നു. പക്ഷെ പുറത്ത് ഇരുട്ടിൽ റാക്കാം നാവികരെ വിളിച്ചുകൂട്ടി. നിങ്ങൾ കണ്ടില്ലേ ഇന്ന് നടന്നത്? ഒരു ഭീരുവിന്റെ കൂടെയാണോ നമ്മൾ ഇനിയും യാത്ര ചെയ്യേണ്ടത്? കയ്യെത്തും ദൂരത്ത് വമ്പൻ സമ്പത്തുണ്ടായിട്ടും പേടിച്ചോടിയ ഒരു ക്യാപ്റ്റൻ നമുക്ക് ആവശ്യമുണ്ടോ? നാവികർ ഒരേ സ്വരത്തിൽ പറഞ്ഞു, ഇല്ല. കടൽ കൊള്ളക്കാരുടെ നിയമമനുസരിച്ച് യുദ്ധസമയത്ത് ക്യാപ്റ്റന്റെ വാക്കാണ് നിയമം. എന്നാൽ യുദ്ധമില്ലാത്തപ്പോൾ ക്രൂവിന് വോട്ട് ചെയ്ത് ക്യാപ്റ്റനെ മാറ്റാം. എങ്കിൽ വോട്ട് ചെയ്യാം, റാക്കാം പ്രഖ്യാപിച്ചു. നമുക്ക് പുതിയൊരു ക്യാപ്റ്റനെ വേണം, ഭയമില്ലാത്ത, നമ്മളെ സമ്പന്നരാക്കുന്ന ഒരാളെ. ആ രാത്രിയിലെ വോട്ടെടുപ്പ് ചരിത്രമായിരുന്നു. ഭൂരിഭാഗം പേരും ചാൾസ് വെയിനിനെതിരെ വോട്ട് ചെയ്തു. അവർ റാക്കാമിനെ തങ്ങളുടെ പുതിയ ക്യാപ്റ്റനായി തിരഞ്ഞെടുത്തു. പിറ്റേന്ന് രാവിലെ സൂര്യൻ ഉദിച്ചപ്പോൾ ചാൾസ് വെയിൻ ഞെട്ടിപ്പോയി. അയാളിപ്പോൾ വെറുമൊരു സാധാരണ നാവികൻ പോലുമല്ല. റാക്കാം അയാളെയും അയാളെ പിന്തുണച്ച 15 പേരെയും ഒരു ചെറിയ വള്ളത്തിൽ കയറ്റി കുറച്ച് ആയുധങ്ങളും ഭക്ഷണവും നൽകി നടുക്കടലിൽ ഉപേക്ഷിച്ചു. പൊയ്ക്കോളൂ വെയിൻ, ഇനി ഈ കപ്പൽ ക്യാപ്റ്റൻ കാലിക്കോ ജാക്കിൻ്റേതാണ്, റാക്കാം ചിരിച്ചുകൊണ്ട് പറഞ്ഞു. വെയിനിന്റെ ചെറിയ വള്ളം ചക്രവാളത്തിൽ അപ്രത്യക്ഷമാവുന്നത് റാക്കാം നോക്കി നിന്നു. അവൻ തിരിഞ്ഞ് തന്റെ ക്രൂവിനെ നോക്കി. സുഹൃത്തുക്കളെ, ഇന്നു മുതൽ നമ്മുടെ നിയമങ്ങൾ മാറും. നമ്മൾ ചെറിയ മീനുകളെ പിടിക്കുന്നവരല്ല, നമ്മൾ ഈ കടലിന്റെ രാജാക്കന്മാരാകും. അതായിരുന്നു തുടക്കം. കാലിക്കോ ജാക്ക് എന്ന ക്യാപ്റ്റന്റെ ഉദയം. പക്ഷെ അവൻ അറിയില്ലായിരുന്നു തന്റെ വിധി അവനെ കാത്തിരിക്കുന്നത് യുദ്ധങ്ങളിലല്ല, മറിച്ച് ആൻ ബോണി എന്ന ഒരു സ്ത്രീയുടെ രൂപത്തിലാണെന്ന്. ചാൾസ് വെയിനിനെ നടുകടലിൽ ഉപേക്ഷിച്ച് കാലിക്കോ ജാക്ക് എന്ന ക്യാപ്റ്റൻ തന്റെ കപ്പലുമായി മുന്നോട്ട് കുതിച്ചു. ചക്രവാളത്തിൽ പുതിയ പ്രതീക്ഷകൾ ഉദിച്ചുയരുന്നത് അവൻ കണ്ടു. അപ്പോൾ അവന്റെ സിരകളിൽ ഒഴുകിയിരുന്നത് ഭയമായിരുന്നില്ല, മറിച്ച് അനിയന്ത്രിതമായ സ്വാതന്ത്ര്യത്തിന്റെ ലഹരിയായിരുന്നു. താൻ ഇനി ആരുടെയും കീഴിലല്ല, ഈ കപ്പലിന്റെയും ഈ വിധിയുടെയും രാജാവ് താൻ മാത്രമാണെന്ന ചിന്ത അവനെ അഹങ്കാരിയാക്കി. ആദ്യത്തെ കുറച്ചു മാസങ്ങൾ ജാക്കിനെ സംബന്ധിച്ചിടത്തോളം ആഘോഷത്തിൻ്റേതായിരുന്നു. വലിയ യുദ്ധക്കപ്പലുകളെ ആക്രമിച്ച് വെറുതെ റിസ്ക് എടുക്കാൻ അവൻ തയ്യാറായിരുന്നില്ല. പകരം ചെറിയ വാണിജ്യ കപ്പലുകളെയും മത്സ്യബന്ധന ബോട്ടുകളെയും അവൻ ലക്ഷ്യമിട്ടു. ജാക്കിന്റെ തന്ത്രം ലളിതമായിരുന്നു. വേഗത്തിൽ വരിക, ഭയപ്പെടുത്തുക, സാധനങ്ങൾ എടുക്കുക, ഓടിപ്പോകുക. രക്തം ചിന്തുന്നതിനേക്കാൾ ബുദ്ധിപൂർവം കൊള്ളയടിക്കുന്നതിലായിരുന്നു അവന് താൽപ്പര്യം. ജമൈക്കൻ തീരങ്ങളിൽ അവന്റെ പേര് കേട്ടാൽ കപ്പലുകൾ വഴിമാറിപ്പോകുന്ന അവസ്ഥയായി. എന്നാൽ കടൽ കൊള്ളക്കാരുടെ ജീവിതം എപ്പോഴും വിജയത്തിൻ്റേത് മാത്രമായിരുന്നില്ല. 1719 ആയപ്പോഴേക്കും കാര്യങ്ങൾ മാറിമറിഞ്ഞു. കരീബിയൻ കടലിൽ ബ്രിട്ടീഷ് നാവികസേനയുടെ സാന്നിധ്യം ശക്തമായി. ഗവർണർ വുഡ്സ് റോജേഴ്സ് തന്റെ വാക്ക് പാലിക്കാൻ തുടങ്ങി. പിടിക്കപ്പെടുന്ന കടൽ കൊള്ളക്കാരെ വിചാരണ കൂടാതെ തൂക്കിലേറ്റുന്നത് നിത്യസംഭവമായി മാറി. ഓരോ ദിവസവും തന്റെ സുഹൃത്തുക്കൾ തൂക്കുകയറിലാടുന്ന വാർത്തകളാണ് ജാക്കിനെ തേടിയെത്തിയത്. ജാക്ക് ചിന്തിച്ചു, ഇങ്ങനെ പോയാൽ അധികകാലം പിടിച്ചു നിൽക്കാൻ കഴിയില്ല. നമുക്കൊരിടവേള വേണം. തന്റെ ക്രൂവിനോട് അവൻ ആലോചിച്ചു. നമുക്ക് നാസോയിലേക്ക് തിരിച്ചുപോകാം. ഗവർണറുടെ മുന്നിൽ ചെന്ന് മാപ്പപേക്ഷിക്കാം. നമ്മളിനി കൊള്ളയടിക്കില്ലെന്ന് സത്യം ചെയ്താൽ നമുക്ക് സാധാരണ പൗരന്മാരായി ജീവിക്കാം. കുറച്ചുകാലം കരയിൽ വിശ്രമിച്ച് എല്ലാം ശാന്തമാകുമ്പോൾ വീണ്ടും കടലിലിറങ്ങാം. അതൊരു തന്ത്രപരമായ നീക്കമായിരുന്നു. അങ്ങനെ 1719 മെയ് മാസത്തിൽ കാലിക്കോ ജാക്ക് തന്റെ കപ്പൽ നാസോ തീരത്തടുപ്പിച്ചു. അവൻ ഗവർണർ വുഡ്സ് റോജേഴ്സിന് മുന്നിൽ ഹാജരായി. ഞാൻ എന്റെ പഴയ ജീവിതം ഉപേക്ഷിക്കുന്നു, എനിക്ക് മാപ്പ് തരണം, ജാക്ക് പറഞ്ഞു. റോജേഴ്സിന് ജാക്കിനെ വലിയ മതിപ്പില്ലായിരുന്നുവെങ്കിലും പ്രശ്നക്കാരായ കടൽ കൊള്ളക്കാർ കീഴടങ്ങുന്നത് നല്ലതാണെന്ന് കരുതി അയാൾ ജാക്കിന് മാപ്പ് നൽകി. അങ്ങനെ കടലിലെ രാജാവായിരുന്ന കാലിക്കോ ജാക്ക് കരയിലെ വെറുമൊരു സാധാരണക്കാരനായി. പക്ഷേ വിധി ജാക്കിനായി കാത്തുവെച്ചത് മറ്റൊന്നായിരുന്നു. നാസോയിലെ ജീവിതം അവന് മടുത്തു തുടങ്ങി. തിരമാലകളുടെ ഇരമ്പലിനു പകരം തെരുവിലെ ബഹളങ്ങളും കപ്പലിന്റെ ആട്ടത്തിനു പകരം മദ്യശാലകളിലെ ടാവേൺസിലെ ലഹരിയും അവന് ശ്വാസം മുട്ടിച്ചു.
അവൻ തന്റെ ദിവസങ്ങൾ ഭൂരിഭാഗവും ചിലവഴിച്ചത് കടൽത്തീരത്തെ ബാറുകളിലായിരുന്നു. അവിടെ വെച്ചാണത് സംഭവിച്ചത്, അവന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ വഴിത്തിരിവ്. ഒരു ദിവസം മദ്യശാലയുടെ ഒരു മൂലയിലിരുന്ന് റം കുടിക്കുമ്പോൾ ജാക്ക് അവളെ കണ്ടു. ആൺകുട്ടികളെപ്പോലെ മുടിവെട്ടി അരയിൽ ചെറിയൊരു കത്തിയും തിരുകി ആണുങ്ങളോട് ഒട്ടും കൂസലില്ലാതെ സംസാരിക്കുന്ന ഒരു പെൺകുട്ടി. അവളുടെ പേര് ആൻ ബോണി എന്നായിരുന്നു. അവൾ വെറുമൊരു സാധാരണ സ്ത്രീ ആയിരുന്നില്ല. അയർലൻഡിലെ ഒരു അഭിഭാഷകന്റെ മകളായി ജനിച്ച ആൻ ചെറുപ്പം മുതലേ തേണ്ടേടിയായിരുന്നു. അച്ഛനുമായി തെറ്റിപ്പിരിഞ്ഞ് ജെയിംസ് ബോണി എന്നൊരു നാവികനെ അവൾ വിവാഹം കഴിച്ചു. ജെയിംസിനൊപ്പം നാസോയിലെത്തിയതായിരുന്നു ആൻ. എന്നാൽ ജെയിംസ് ബോണി ഒരു ചതിയനായിരുന്നു. ഗവർണർ റോജേഴ്സിന്റെ ഉറ്റ സഹായിയായി മാറിയ ജെയിംസ് ഒളിച്ചു താമസിക്കുന്ന കടൽക്കൊള്ളക്കാരെ ഒറ്റിക്കൊടുത്ത് പണം സമ്പാദിക്കുന്ന തൊഴിലായിരുന്നു ചെയ്തിരുന്നത്. സ്വന്തം ഭർത്താവ് തന്റെ വർഗത്തെ, സ്വാതന്ത്ര്യം ആഗ്രഹിക്കുന്നവരെ ഒറ്റിക്കൊടുക്കുന്നത് ആൻ വെറുത്തു. അവൾ ജെയിംസിലെ പുച്ഛിച്ചു. ആ ദാമ്പത്യം ഒരു നരകമായി മാറിയിരുന്നു. അങ്ങനെയിരിക്കെയാണ് വർണ്ണാഭമായ വസ്ത്രങ്ങൾ ധരിച്ച സുന്ദരനും ധീരനുമായ കാലിക്കോ ജാക്കിനെ അവൾ കാണുന്നത്. ജാക്കിന്റെ കണ്ണുകളിലെ തിളക്കവും അവന്റെ സംസാരത്തിലെ അഹങ്കാരവും ആനിനെ ആകർഷിച്ചു. ജാക്കിനും അവളെ കണ്ടപ്പോൾ കൗതുകം തോന്നി. നാസോയിലെ മറ്റു സ്ത്രീകളെപ്പോലെ ആയിരുന്നില്ല ആൻ. അവൾക്ക് തീയുടെ സ്വഭാവമായിരുന്നു. അവർക്കിടയിലെ സൗഹൃദം പെട്ടെന്ന് വളർന്നു. ജാക്ക് തന്റെ കപ്പലിലെ സാഹസിക കഥകൾ അവളോട് പറയുമായിരുന്നു. കടലിലെ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും യുദ്ധങ്ങളെക്കുറിച്ചും അവൻ വർണ്ണിച്ചു. ആനിന്റെ ഉള്ളിൽ ഉറങ്ങിക്കിടന്നിരുന്ന സാഹസികത ഉണർന്നു. അവൾക്ക് വേണ്ടത് ജെയിംസിനൊപ്പമുള്ള അടിമ ജീവിതമായിരുന്നില്ല, മറിച്ച് ജാക്കിനൊപ്പമുള്ള രാജകീയ ജീവിതമായിരുന്നു. എന്നെ ഇവിടുന്ന് കൊണ്ടുപോകുമോ? ഒരിക്കൽ ആൻ ജാക്കിനോട് ചോദിച്ചു. എങ്ങോട്ട് വേണമെങ്കിലും, ജാക്ക് മറുപടി നൽകി. അവർ പ്രണയത്തിലായി. പക്ഷേ നാസോ പോലെ ചെറിയൊരു സ്ഥലത്ത് രഹസ്യങ്ങൾ സൂക്ഷിക്കാൻ പ്രയാസമാണ്. അവരുടെ ബന്ധം കാട്ടുതീ പോലെ പടർന്നു. ഒടുവിൽ അത് ജെയിംസ് ബോണിയുടെ ചെവിയിലുമെത്തി. ജെയിംസ് കോപം കൊണ്ട് വിറച്ചു. അവൻ നേരെ ഗവർണർ റോജേഴ്സിന്റെ അടുത്തേക്ക് ഓടി. ഗവർണർ, ആ പൈറേറ്റ് റാക്കം എന്റെ ഭാര്യയെ വശീകരിച്ചു. ഇത് നിയമവിരുദ്ധമാണ്. അവനെ ശിക്ഷിക്കണം, ജെയിംസ് പരാതിപ്പെട്ടു. ഗവർണർ റോജേഴ്സ് ആനിനെയും ജാക്കിനെയും വിളിപ്പിച്ചു. കോടതിയിൽ വെച്ച് ഗവർണർ ആനിനോട് കൽപ്പിച്ചു, നീ ഉടൻ തന്നെ നിന്റെ ഭർത്താവിന്റെ അടുത്തേക്ക് തിരിച്ചുപോകണം. ഇല്ലെങ്കിൽ പരസ്യമായി ചാട്ടവാറടി ശിക്ഷ ഏറ്റുവാങ്ങേണ്ടിവരും. ആ നിമിഷം ജാക്ക് മുന്നോട്ട് വന്നു. അവൻ ഗവർണർക്കും ജെയിംസിനും മുന്നിൽ ഒരു വാഗ്ദാനം വെച്ചു. ഞാൻ ഇവളെ സ്നേഹിക്കുന്നു. നിയമപരമായി വിവാഹമോചനം സാധ്യമല്ലെങ്കിൽ ഇവളെ ഞാൻ വിലയ്ക്കു വാങ്ങാം. ജെയിംസിന് എത്ര പണം വേണമെങ്കിലും ഞാൻ നൽകാം. പകരം ഇവളെ എനിക്ക് വിട്ടുതരൂ. അക്കാലത്ത് പണത്തിന് അത്യാവശ്യമുള്ള ചിലർ ഇത്തരം കച്ചവടങ്ങൾ നടത്തിയിരുന്നു. എന്നാൽ ജെയിംസ് ബോണിക്കു വേണ്ടത് പണമായിരുന്നില്ല, പ്രതികാരമായിരുന്നു. അവൻ ആ ഓഫർ നിരസിച്ചു. മാത്രമല്ല, ആനിനെ പരസ്യമായി ശിക്ഷിക്കണമെന്നും അവൻ വാശിപിടിച്ചു. അപമാനം കൊണ്ട് ആനിന്റെ മുഖം ചുവന്നു. ജാക്കിന്റെ പിടി വിട്ടുപോകുന്ന അവസ്ഥ. അവർക്ക് മുന്നിൽ ഇനി ഒരേയൊരു വഴിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ വഴി ജാക്കിന് സുപരിചിതമായിരുന്നു. നിയമങ്ങൾ അനുസരിക്കുകയല്ല, മറിച്ച് നിയമങ്ങളെ കാറ്റിൽ പറത്തുക. കോടതിയിൽ നിന്ന് പുറത്തിറങ്ങിയ ജാക്ക് ആനിന്റെ കൈകളിൽ മുറുകെ പിടിച്ചു. നമ്മളിനി ഇവിടെ നിൽക്കില്ല. ഈ മാപ്പും നിയമവും ഒന്നും എനിക്ക് ചേരില്ല. നമ്മൾ കടലിലേക്ക് തിരിച്ചുപോകുന്നു. എങ്ങനെ? ആൻ ചോദിച്ചു. നമുക്ക് കപ്പലില്ലല്ലോ. ജാക്ക് ചിരിച്ചു. നാസോ തുറമുഖത്ത് നിറയെ കപ്പലുകളല്ലേ. ഒരെണ്ണം നമുക്ക് കടമെടുക്കാം. അതൊരു ഭ്രാന്തമായ പദ്ധതിയായിരുന്നു. ഗവർണറുടെ മൂക്കിന് താഴെ നിന്നൊരു കപ്പൽ മോഷ്ടിച്ചു രക്ഷപ്പെടുക, അതും ബ്രിട്ടീഷ് നാവികസേനയുടെ കാവലുള്ള തുറമുഖത്ത് നിന്ന്. 1720 ഓഗസ്റ്റ് മാസം. ആ രാത്രിക്ക് വല്ലാത്തൊരു ഇരുട്ടുണ്ടായിരുന്നു. ജാക്കും ആനും അവരെ വിശ്വസിക്കുന്ന 12ഓളം പഴയ സുഹൃത്തുക്കളും തുറമുഖത്തെത്തി. അവരുടെ ലക്ഷ്യം വില്യം എന്ന വേഗതയേറിയ ഒരു സ്ലൂപ്പായിരുന്നു. കാവൽക്കാർ മദ്യപിച്ച് ലക്കകെട്ടുറങ്ങുകയായിരുന്നു. നിശബ്ദതയിൽ പൂച്ചകളെപ്പോലെ അവർ വില്യം കപ്പലിലേക്ക് വലിഞ്ഞു കയറി. ആനിന്റെ കയ്യിലൊരു തോക്കും അരയിൽ വാളുമുണ്ടായിരുന്നു. അവൾ ഒട്ടും ഭയപ്പെട്ടില്ല. വടം മുറിക്കൂ, ജാക്ക് പതുക്കെ ആജ്ഞാപിച്ചു. കപ്പലിനെ കരയുമായി ബന്ധിപ്പിച്ചിരുന്ന വലിയ വടങ്ങൾ അവർ അറുത്തുമാറ്റി. പതുക്കെ, വളരെ പതുക്കെ കപ്പൽ ഒഴുകിത്തുടങ്ങി. ആരും ശബ്ദമുണ്ടാക്കിയില്ല. കപ്പൽ തുറമുഖത്തിന്റെ സുരക്ഷിത വലയം ഭേദിച്ചു പുറത്തെത്തിയതും അവർ പായകൾ വിരിച്ചു. കാറ്റ് അവരെ കെട്ടിപ്പുണർന്നു. നേരം വെളുത്തപ്പോഴേക്കും നാസോ ബഹുദൂരം പിന്നിലായി കഴിഞ്ഞിരുന്നു. ജാക്ക് വീണ്ടും ക്യാപ്റ്റനായി.
പക്ഷേ ഇത്തവണ അവന്റെ കൂടെ വെറുമൊരു ക്രൂ ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. കടൽ കൊള്ളയുടെ ചരിത്രം തിരുത്തിക്കുറിക്കാൻ പോകുന്ന ഒരു രാജ്ഞി, ആൻ ബോണി, അവന്റെ ഒപ്പമുണ്ടായിരുന്നു. കപ്പലിന്റെ ഡെക്കിൽ നിന്ന് കടലിലേക്ക് നോക്കി ആൻ പറഞ്ഞു, "ഇനിയാണ് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നത് ജാക്ക്." ജാക്ക് തന്റെ പ്രശസ്തമായ കാലിക്കോ കോട്ട് ശരിയാക്കി അരയിൽ നിന്ന് വാളൂരി ആകാശത്തേക്കുയർത്തി. "അതേ മൈലേഡി, ഇനി നമ്മളെ തടയാൻ ഒരു നിയമത്തിനും കഴിയില്ല. ലോകം നമ്മളെ ഓർക്കാൻ പോകുന്നത് ഇന്നു മുതലാണ്." അവർ അറിയുന്നുണ്ടായിരുന്നില്ല, അവരുടെ ഈ യാത്രയിൽ ചേരാൻ മറ്റൊരത്ഭുതകരമായ കഥാപാത്രം കൂടി കാത്തിരിക്കുന്നുണ്ടെന്ന്. ആൺവേഷം കെട്ടിയ മറ്റൊരു പെൺകുട്ടി. ചരിത്രം കണ്ട ഏറ്റവും വിചിത്രമായ കൂട്ടുകെട്ടിലേക്കായിരുന്നു വില്യം കപ്പൽ പാഞ്ഞുപോയിരുന്നത്. നാസോയുടെ സുരക്ഷിതമായ തുറമുഖത്തുനിന്ന് വില്യം എന്ന കപ്പൽ മോഷ്ടിച്ച് കടന്നുളഞ്ഞപ്പോൾ ജാക്കും ആനും തിരിച്ചറിഞ്ഞിരുന്നു തങ്ങൾ വലിയൊരു കൊടുങ്കാറ്റിലേക്കാണ് എടുത്തുചാടിയതെന്ന്. ഒരു കപ്പൽ മോഷ്ടിക്കുക എന്നത് ഗവർണർ വുഡ്സ് റോജേഴ്സിനെ സംബന്ധിച്ചിടത്തോളം വെറുമൊരു കുറ്റകൃത്യമായിരുന്നില്ല, മറിച്ച് തന്റെ അധികാരത്തിനു നേരെയുള്ള വെല്ലുവിളിയായിരുന്നു. പ്രത്യേകിച്ചും രാജാവ് മാപ്പ് നൽകിയിട്ടും അത് വലിച്ചെറിഞ്ഞുപോയ ഒരു കടൽ കൊള്ളക്കാരൻ. റോജേഴ്സ് കലിതുള്ളി. അയാൾ കരീബിയൻ കടലിലെ എല്ലാ നാവികസേനാ കപ്പലുകൾക്കും കൂലിപ്പടയാളികൾക്കും ജാക്കിനെ പിടികൂടാൻ ഉത്തരവ് നൽകി. കാലിക്കോ ജാക്കിന്റെയും ആ പെണ്ണിന്റെയും തല എനിക്ക് വേണം, അയാൾ ഗർജിച്ചു. എന്നാൽ കടലിൽ ജാക്ക് ഒരു മാന്ത്രികനായിരുന്നു. വില്യം എന്ന സ്ലൂപ്പ് കപ്പലിന്റെ പ്രത്യേകത അതിന്റെ വേഗതയായിരുന്നു. വലിയ പീരങ്കികളുള്ള ഭീമൻ കപ്പലുകൾക്ക് ജാക്കിനെ പിന്തുടരാൻ കഴിയില്ലെന്ന് അവൻ അറിയാമായിരുന്നു. ആഴം കുറഞ്ഞ ഉൾക്കടലുകളിലും ദ്വീപുകൾക്കിടയിലുള്ള ഇടുങ്ങിയ വഴികളിലും അവൻ കപ്പലൊഴിപ്പിച്ചു. ബ്രിട്ടീഷ് നാവികസേന തിരയുമ്പോൾ ജാക്ക് അവരുടെ മൂക്കിന് താഴെ കൂടി വഴുതിമാറി. ആ ദിവസങ്ങളിൽ കപ്പലിലെ ജീവിതം അത്ഭുതകരമായിരുന്നു. ആൻ ബോണി വെറുമൊരു കാമുകിയായി ഒതുങ്ങിയിരിക്കാൻ തയ്യാറായിരുന്നില്ല. അവൾ ആണുങ്ങളുടെ വസ്ത്രം ധരിച്ചു. നീളൻ പാൻസും അയഞ്ഞ ഷർട്ടും തലയിലൊരു തട്ടവും. അരയിലെപ്പോഴും ഒരു പിസ്റ്റളും വാളും അവൾ കരുതിയിരുന്നു. യുദ്ധസമയത്ത് അവൾ കാണിച്ച ക്രൂരത കണ്ട് കപ്പലിലെ മറ്റു നാവികർ പോലും ഭയന്നു. പലപ്പോഴും ജാക്കിനേക്കാൾ വേഗത്തിൽ അവൾ തീരുമാനങ്ങളെടുത്തു. ശത്രുക്കളുടെ കപ്പലിൽ ചാടിക്കയറി എതിരാളികളെ വെട്ടിവീഴ്ത്തുന്ന ആനിനെ കണ്ട് ഇവൾ ചെകുത്താന്റെ മകളാണ് എന്ന് നാവികർ രഹസ്യമായി മന്ത്രിച്ചു. അങ്ങനെയിരിക്കെയാണ് ചരിത്രപ്രസിദ്ധമായ ആ കൂടിക്കാഴ്ച നടക്കുന്നത്. ജാക്കിന്റെയും ആനിന്റെയും ജീവിതത്തിലേക്ക് മൂന്നാമതൊരാൾ കൂടി കടന്നുവന്ന ദിവസം. കൃത്യമായ തീയതി വ്യക്തമല്ലെങ്കിലും 1720 അവസാന പാദത്തിൽ ക്യൂബയ്ക്കും ജമൈക്കയ്ക്കും ഇടയിലുള്ള കടലിൽ വെച്ചായിരുന്നു അത്. ജാക്കിന്റെ കപ്പൽ ഒരു ഡച്ച് വ്യാപാര കപ്പലിനെ, ചില ചരിത്രരേഖകൾ പ്രകാരം ഇതൊരു ബ്രിട്ടീഷ് സ്ലൂപ്പായിരുന്നു എന്നും പറയുന്നു, അതിനെ ആക്രമിച്ചു. കാര്യമായ എതിർപ്പുകളില്ലാതെ ആ കപ്പൽ കീഴടങ്ങി. കടൽ കൊള്ളക്കാരുടെ ഒരു പതിവു രീതിയുണ്ട്. കീഴടക്കിയ കപ്പലിലെ നാവികർക്ക് അവരൊരു അവസരം നൽകും. ഒന്നുകിൽ മരിക്കുക, അല്ലെങ്കിൽ ഞങ്ങളുടെ കൂടെ ചേരുക. ജീവൻ ഭയന്ന് പലരും കടൽ കൊള്ളക്കാരാവാൻ സമ്മതിക്കും. അക്കൂട്ടത്തിൽ മെലിഞ്ഞ എന്നാൽ ഉറച്ച ശരീരപ്രകൃതിയുള്ള ഒരു യുവാവുണ്ടായിരുന്നു. ആരെയും കൂസാത്ത മുഖഭാവം. പേര് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, മാർക്ക് റീഡ്. ജാക്കിന് ആ യുവാവിനെ ഇഷ്ടമായി. അവന്റെ കണ്ണുകളിൽ ഭയമില്ലായിരുന്നു. വാൾപ്പയറ്റിൽ അവൻ അഗ്രഗണ്യനായിരുന്നു. അങ്ങനെ മാർക്ക് ജാക്കിന്റെ ക്രൂവിൽ ഒരാളായി. എന്നാൽ കപ്പലിലെത്തിയ നാൾ മുതൽ ആൻ ബോണിക്ക് മാർക്കിനോട് വല്ലാത്തൊരടുപ്പം തോന്നി. മാർക്കിന്റെ സൗന്ദര്യവും അവന്റെ മൃദുവായ വർത്തമാനവും ആനിനെ ആകർഷിച്ചു. അവൾ പലപ്പോഴും മാർക്കിന്റെ കൂടെ സമയം ചിലവഴിക്കാൻ തുടങ്ങി. ജാക്കിനെ അവൾ അവഗണിക്കുന്ന പോലെ തോന്നി. ആനിന്റെ ഈ പെരുമാറ്റം ജാക്കിൽ അസ്വസ്ഥതയുണ്ടാക്കി. തന്റെ കാമുകി പുതിയൊരു പയ്യനുമായി അടുക്കുന്നത് ഏത് കാമുകനാണ് സഹിക്കുക? ജാക്ക് അസൂയ കൊണ്ട് നീറി. അവൻ ആൻ ബോണിയെയും മാർക്കിനെയും നിരീക്ഷിക്കാൻ തുടങ്ങി. ഒരു ദിവസം കപ്പലിന്റെ ഒരു മൂലയിൽ ആനും മാർക്കും രഹസ്യമായി സംസാരിക്കുന്നത് ജാക്ക് കണ്ടു. കോപം നിയന്ത്രിക്കാൻ അവനായില്ല. അവൻ തന്റെ വലിയ വാളൂരി അവർക്കു നേരെ പാഞ്ഞുചെന്നു. "ഇവനെ ഞാനിന്ന് കൊല്ലും!" ജാക്ക് അലറി. "എന്റെ കപ്പലിൽ വെച്ച് എന്റെ പെണ്ണിനെ നോക്കാൻ ഇവനാരാ?" ജാക്ക് മാർക്കിന്റെ കഴുത്തിനു നേരെ വാൾ വീശി. മരണം ഉറപ്പായ നിമിഷം. പക്ഷെ പെട്ടെന്ന് ആൻ ബോണി ഇടയിൽ കയറി. "വേണ്ട ജാക്ക്, അവനെ കൊല്ലരുത്!" ആൻ വിളിച്ചു പറഞ്ഞു. "മാറി നിൽക്കുക ആൻ, ഇവന്റെ കഥ ഇതോടെ തീർന്നു." ജാക്ക് പിന്മാറാൻ തയ്യാറായില്ല. അവിടെ വെച്ച് ആ നാടകീയമായ നിമിഷത്തിൽ മാർക്ക് റീഡ് എന്ന യുവാവ് ഒരു സത്യം വെളിപ്പെടുത്തി. അവൻ തന്റെ ഷർട്ടിന്റെ മുൻഭാഗം അല്പം തുറന്നുകൊണ്ട് ജാക്കിനോട് പറഞ്ഞു, "ക്യാപ്റ്റൻ, എന്നെ കൊല്ലാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം ഞാനൊരാണല്ല, നിങ്ങളെപ്പോലെ ഒരു പെണ്ണുമല്ല. ഞാൻ മേരി റീഡാണ്." ജാക്ക് സ്തംഭിച്ചുപോയി. അവന്റെ വാൾ താഴേക്ക് താഴ്ന്നു.
കപ്പലിലെ മറ്റു നാവികർക്കും വിശ്വസിക്കാനായില്ല. ഇത്രയും കാലം തങ്ങളുടെ കൂടെ ഉണ്ടുറങ്ങി തങ്ങളെക്കാൾ വീറോടെ യുദ്ധം ചെയ്തത് ഒരു സ്ത്രീയായിരുന്നു. അവിടെ വെച്ചാണ് മേരി റീഡ് തന്റെ കഥ പറഞ്ഞത്. ആൻ ബോണിയെപ്പോലെ തന്നെ വിചിത്രവും സങ്കടകരവുമായ ഒരു കുട്ടിക്കാലം അവൾക്കുമുണ്ടായിരുന്നു. ഇംഗ്ലണ്ടിൽ ജനിച്ച മേരിയെ അവളുടെ അമ്മ ചെറുപ്പം മുതലേ ആൺകുട്ടികളെപ്പോലെയാണ് വളർത്തിയത്. പണം ലഭിക്കാൻ വേണ്ടി ധനികയായ ഒരു ബന്ധുവിനെ പറ്റിക്കാനായിരുന്നു ഈ വേഷം കെട്ടൽ. പിന്നീട് വളർന്നപ്പോൾ ബ്രിട്ടീഷ് സൈന്യത്തിൽ അവൾ പുരുഷവേഷത്തിൽ ചേർന്നു. യുദ്ധങ്ങളിൽ പങ്കെടുത്തു. ഒടുവിൽ വിധി അവളെ ഈ കപ്പലിലെത്തിച്ചു. ആ നിമിഷം മുതൽ ആ കപ്പലിലെ സമവാക്യങ്ങൾ മാറി. ജാക്ക്, ആൻ, മേരി, ഈ മൂവർ സംഘം ചരിത്രത്തിലെ ഏറ്റവും ഭയപ്പെടുത്തുന്ന കൂട്ടുകെട്ടായി മാറി. ജാക്ക് ആലോചിച്ചു നോക്കൂ, ഒരു പൈറേറ്റ് കപ്പലിൽ ഒരു സ്ത്രീയുണ്ടാവുക എന്നത് തന്നെ അപൂർവമാണ്. പലപ്പോഴും അത് നിർഭാഗ്യമായാണ് കരുതിയിരുന്നത്. എന്നാൽ ഇവിടെ 2 സ്ത്രീകൾ, അതും ആണുങ്ങളെക്കാൾ ക്രൂരമായി യുദ്ധം ചെയ്യുന്നവർ. മേരിയും ആനും പെട്ടെന്ന് അടുത്ത സുഹൃത്തുക്കളായി. അവർ സഹോദരിമാരെ പോലെയായിരുന്നു. യുദ്ധസമയത്ത് അവർ 2 പേരും തോളോട് തോൾ ചേർന്ന് നിന്ന് പൊരുതി. അവരുടെ അലർച്ച കേട്ടാൽ ശത്രുക്കൾ വിറച്ചുപോകുമായിരുന്നു. ജാക്ക് പലപ്പോഴും കപ്പലിന്റെ അമരത്തിരുന്ന് അവരുടെ യുദ്ധം കണ്ട് അത്ഭുതപ്പെട്ടു. തന്റെ പ്രണയിനിയും പുതിയ കൂട്ടുകാരിയും ചേർന്ന് കപ്പലിനെ ഭരിക്കുകയായിരുന്നു. അവർ മൂവരും ചേർന്ന് കരീബിയൻ കടലിൽ നാശം വിതച്ചു. ചെറിയ മത്സ്യബന്ധന ബോട്ടുകൾ മുതൽ വലിയ വ്യാപാര കപ്പലുകൾ വരെ അവർ കൊള്ളയടിച്ചു. അവരുടെ ക്രൂരതയുടെ കഥകൾ കരയിൽ പാട്ടായി. കാലിക്കോ ജാക്കും അവന്റെ പെൺപടയും എന്ന വാർത്ത കാട്ടുതീ പോലെ പടർന്നു. അവർ പിടിച്ചെടുത്ത കപ്പലുകളിലെ തടവുകാർ പിന്നീട് സാക്ഷ്യപ്പെടുത്തി. ആ 2 സ്ത്രീകൾ, അവർ പിശാചുക്കളായിരുന്നു. വലിയ വസ്ത്രങ്ങൾക്കുള്ളിൽ അവർ തോക്കുകളും കത്തികളും ഒളിപ്പിച്ചിരുന്നു. എതിർക്കാൻ നിൽക്കുന്നവരെ അവർ ദയയില്ലാതെ വെട്ടിവീഴ്ത്തി. ആണുങ്ങൾ മടിച്ചു നിൽക്കുമ്പോൾ പോലും അവർ മുന്നിലേക്ക് കുതിച്ചു. ജാക്കിന്റെ പ്രശസ്തി വാനോളം ഉയർന്നു. പക്ഷേ അതോടൊപ്പം അവന്റെ തലയ്ക്കുള്ള വിലയും കൂടി. ഗവർണർ റോജേഴ്സിന് ഇത് സഹിക്കാവുന്നതിലും അപ്പുറമായിരുന്നു. 2 സ്ത്രീകൾ തന്റെ നാവികസേനയെ വിഡ്ഢികളാക്കുന്നു എന്നത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തന്നെ നാണക്കേടായി. 1720 ഒക്ടോബർ മാസം ജാക്കിന്റെ കപ്പൽ ജമൈക്കയുടെ തീരത്തോട് ചേർന്ന് നങ്കൂരമിട്ടു. തുടർച്ചയായ വിജയങ്ങൾ അവരെ അഹങ്കാരികളാക്കിയിരുന്നു. അവർ കരുതി തങ്ങളെ ആർക്കും പിടിക്കാൻ കഴിയില്ലെന്ന്. അന്നു രാത്രി അവരൊരു വലിയ ആഘോഷം നടത്തി. കപ്പലിൽ മദ്യമൊഴുകി. പാട്ടും നൃത്തവും ബഹളവും കടലിൽ മുഴങ്ങി. എന്നാൽ ഇരുട്ടിന്റെ മറവിൽ ഒളിഞ്ഞിരുന്ന ഒരു അപകടത്തെ അവർ കണ്ടില്ല. ജാക്കിന്റെ കപ്പലിനെ ദിവസങ്ങളായി പിന്തുടർന്നിരുന്ന ഒരു പൈറേറ്റ് ഹണ്ടർ ഉണ്ടായിരുന്നു, ക്യാപ്റ്റൻ ജൊനാഥൻ ബാർനെറ്റ്. ബാർനെറ്റിന്റെ കപ്പൽ നിശബ്ദമായി ജാക്കിന്റെ സ്ലൂപ്പിനടുത്തേക്ക് നീങ്ങി. ജാക്കും സംഘവും മദ്യപിച്ച് ലക്കുകെട്ട് കടക്കുകയായിരുന്നു. ആനും മേരിയും മാത്രമായിരുന്നു അല്പമെങ്കിലും ബോധത്തോടെ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് ഇരുട്ടിനെ കീറിമുറിച്ചുകൊണ്ട് ഒരു പീരങ്കി വെടിയൊച്ച കേട്ടു. ബാർനെറ്റിന്റെ കപ്പലിൽ നിന്ന് ജാക്കിന്റെ കപ്പലിലേക്ക് വടങ്ങളെറിഞ്ഞു. ആക്രമിക്കൂ, ബാർനെറ്റ് ഉത്തരവിട്ടു. മദ്യലഹരിയിലായിരുന്ന ജാക്ക് കണ്ണു തുറന്നു നോക്കുമ്പോൾ കണ്ടത് ആയുധധാരികളായ ബ്രിട്ടീഷ് സൈനികർ തന്റെ കപ്പലിലേക്ക് ഇരച്ചു കയറുന്നതാണ്. ചരിത്രത്തിലെ ആ നിർണായക നിമിഷം വന്നെത്തിയിരുന്നു. ജാക്കിന്റെയും ആനിന്റെയും മേരിയുടെയും വിധി തീരുമാനിക്കപ്പെടുന്ന ആ രാത്രി. കടലന്ന് വല്ലാത്തൊരു നിശബ്ദതയിലായിരുന്നു. ആകാശത്ത് നക്ഷത്രങ്ങൾ തെളിഞ്ഞു നിന്നെങ്കിലും താഴെ വില്യം എന്ന കപ്പലിൽ ഇരുട്ട് കനത്തിരുന്നു. ആ കപ്പലിന്റെ ഡെക്കിൽ അന്ന് നടന്നത് ചരിത്രത്തിലെ ഏറ്റവും വലിയ അശ്രദ്ധയുടെ ആഘോഷമായിരുന്നു. ജാക്കും സംഘവും തങ്ങളുടെ തുടർച്ചയായ വിജയങ്ങളിൽ മതിമറന്നിരിക്കുകയായിരുന്നു. ജമൈക്കൻ തീരത്തെ സമ്പന്നമായ തോട്ടങ്ങൾക്കും വീടുകൾക്കും നേരെ നടത്തിയ ചെറിയ കവർച്ചകൾക്കുശേഷം അവർ സുരക്ഷിതരാണെന്ന് വിശ്വസിച്ചു. കപ്പലിൽ റം ഒഴുകി. നാവികർ പാട്ടുപാടിയും നൃത്തം ചെയ്തും തളർന്നു. ക്യാപ്റ്റൻ കാലിക്കോ ജാക്ക് പോലും തന്റെ ജാഗ്രത കൈവിട്ടു. മദ്യത്തിന്റെ ലഹരിയിൽ വരാനിരിക്കുന്ന അപകടത്തെക്കുറിച്ച് അവൻ ചിന്തിച്ചതേയില്ല. എന്നാൽ വിധിയുടെ കപ്പൽ തൊട്ടടുത്തുണ്ടായിരുന്നു. ബ്രിട്ടീഷ് റോയൽ നേവിയുടെ നിർദ്ദേശപ്രകാരം പ്രഗത്ഭനായ പ്രൈവറ്റിയർ കൂലിപ്പടയാളി ക്യാപ്റ്റൻ ജൊനാഥൻ ബാർനെറ്റ് ടൈഗർ എന്ന തന്റെ പടുകൂറ്റൻ കപ്പലുമായി അവരെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ജാക്കിന്റെ കപ്പലിലെ വെളിച്ചവും ബഹളവും ബാർനെറ്റിന് കൃത്യമായ ലക്ഷ്യം നൽകി. രാത്രിയുടെ മധ്യയാമങ്ങളിൽ പെട്ടെന്നൊരു വലിയ സ്ഫോടന ശബ്ദം കടലിനെ നടുക്കി. ബാർനെറ്റിന്റെ കപ്പലിൽ നിന്ന് വെടിപ്പുകയുയർന്നു. പീരങ്കികൾ, ശത്രുക്കൾ, കാവൽക്കാരൻ വിളിച്ചുകൂവി. പക്ഷേ
ആ ശബ്ദം മധ്യലഹരിയിലായിരുന്ന നാവികരുടെ ചെവിയിലെത്താൻ വൈകിപ്പോയിരുന്നു. ജാക്കിന്റെ കപ്പലിൽ ആകെ ബഹളമായി. ഉറക്കത്തിൽ നിന്ന് ഞെട്ടിയുണർന്ന നാവികർക്ക് എങ്ങോട്ടാണ് ഓടേണ്ടതെന്നറിയില്ലായിരുന്നു. ചിലർ ആയുധം തിരഞ്ഞു, ചിലർ നിലത്തു വീണു. ബാർനറ്റിന്റെ കപ്പൽ ജാക്കിന്റെ സ്ലൂപ്പിനോട് ചേർന്നു നിന്നു. വലിയ ഇരുമ്പ് കൊളുത്തുകൾ ജാക്കിന്റെ കപ്പലിലേക്കവർ എറിഞ്ഞു. 2 കപ്പലുകളും തമ്മിൽ ബന്ധിപ്പിക്കപ്പെട്ടു. ആക്രമിക്കൂ, ആരെയും ജീവനോടെ വിടരുത്, ബാർനറ്റിന്റെ ആജ്ഞ മുഴങ്ങി. ബ്രിട്ടീഷ് സൈനികർ വാളുകളും തോക്കുകളുമായി ജാക്കിന്റെ കപ്പലിലേക്ക് ചാടിക്കയറി. ഈ സമയം ക്യാപ്റ്റൻ കാലിക്കോ ജാക്ക് എന്താണ് ചെയ്തത്? ചരിത്രം രേഖപ്പെടുത്തിയ ഏറ്റവും നാണം കെട്ട നിമിഷമായിരുന്നു അത്. അതുവരെ ധീരനായിരുന്ന, വലിയ തന്ത്രങ്ങൾ മെനഞ്ഞിരുന്ന ജാക്ക് ഭയന്നുപോയി. മദ്യത്തിന്റെ ആലസ്യത്തിൽ നിന്ന് മോചിതനാകാത്ത അവൻ തന്റെ വാളെടുത്ത് പോരാടുന്നതിനു പകരം കപ്പലിന്റെ സുരക്ഷിതമായ ഉൾഭാഗത്തേക്ക്, ഹോൾഡിലേക്ക് ഓടിയൊളിച്ചു. അവന്റെ കൂടെയുണ്ടായിരുന്ന മിക്ക നാവികരും, അന്ന് രാത്രി വരെ വീരവാദങ്ങൾ മുഴക്കിയിരുന്നവർ, കപ്പലിന്റെ ഇരുളടഞ്ഞ അറകളിലേക്ക് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ ആ കപ്പലിലെ ഡെക്കിൽ 2 പേർ മാത്രം അനങ്ങാതെ നിന്നു. 2 സ്ത്രീകൾ, ആൻ ബോണിയും മേരി റീഡും. അവർ മദ്യപിച്ചിരുന്നില്ല. അപകടം മണത്ത നിമിഷം തന്നെ അവർ ആയുധങ്ങൾ കയ്യിലെടുത്തിരുന്നു. ബ്രിട്ടീഷ് സൈനികർ കപ്പലിലേക്ക് ഇരച്ചു കയറിയപ്പോൾ അവരെ വരവേറ്റത് ഈ 2 പെൺപുലികളായിരുന്നു. ഭീരുക്കളെ, പുറത്തുവരൂ, മേരി റീഡ് കപ്പലിന്റെ അറയിലേക്ക് നോക്കി അലറി. ആണുങ്ങളെപ്പോലെ വന്ന് യുദ്ധം ചെയ്യൂ, എലികളെപ്പോലെ ഒരിച്ചിരിക്കാതെ പുറത്തിറങ്ങൂ. പക്ഷേ താഴെ നിന്ന് അനക്കമുണ്ടായില്ല. ജാക്കും സംഘവും ഭയം കൊണ്ട് വിറച്ചിരിക്കുകയായിരുന്നു. ഇതോടെ മേരി റീഡിനെ നിയന്ത്രണം വിട്ടു. സ്വന്തം ക്രൂവിന്റെ, സ്വന്തം ക്യാപ്റ്റന്റെ ഈ ഭീരുത്വം അവൾക്ക് സഹിക്കാനായില്ല. ദേഷ്യം കൊണ്ട് വിറച്ച അവൾ തന്റെ കയ്യിലുണ്ടായിരുന്ന പിസ്റ്റലെടുത്ത് സ്വന്തം കപ്പലിന്റെ ഉൾഭാഗത്തേക്ക്, ജാക്കും കൂട്ടരും ഒളിച്ചിരിക്കുന്ന ഇടത്തേക്ക് നിറയൊഴിച്ചു. നിങ്ങളെപ്പോലെയുള്ള ഭീരുക്കൾ ജീവിച്ചിരിക്കുന്നതിലും ഭേദം മരിക്കുന്നതാണ്, അവൾ ആക്രോശിച്ചു. ആ വെടിവെപ്പിൽ ജാക്കിന്റെ സംഘത്തിലെ ഒരാൾ മരിച്ചതായും മറ്റൊരാൾക്ക് പരിക്കേറ്റതായും പറയപ്പെടുന്നു. പിന്നീട് നടന്നത് ഒരു ഐതിഹാസിക പോരാട്ടമായിരുന്നു. ഡെക്കിൽ ആൻ ബോണിയും മേരി റീഡും ചേർന്ന് ഡസൻ കണക്കിന് ബ്രിട്ടീഷ് സൈനികരെ നേരിട്ടു. ആനിന്റെ കയ്യിൽ ഒരു മഴുവും മേരിയുടെ കയ്യിൽ വാളുമുണ്ടായിരുന്നു. അവർ കൊടുങ്കാറ്റുപോലെ ശത്രുക്കൾക്കിടയിലേക്ക് പാഞ്ഞുകയറി. ബ്രിട്ടീഷ് സൈനികർ അമ്പരന്നുപോയി. അവർ പ്രതീക്ഷിച്ചത് കള്ളുകുടിയന്മാരായ കുറെ നാവികരെയായിരുന്നു. പക്ഷേ അവർക്ക് മുന്നിൽ നിൽക്കുന്നത് സാത്താന്റെ രൂപം പൂണ്ട 2 സ്ത്രീകളാണ്. അവരുടെ കണ്ണുകളിൽ മരണഭയമില്ല, മറിച്ച് കൊലവെറിയായിരുന്നു. ഒരാൾ ആനിനെ പിന്നിൽ നിന്ന് പിടികൂടാൻ ശ്രമിച്ചു. നിമിഷനേരം കൊണ്ട് അവൾ തിരിഞ്ഞ് അവന്റെ മുഖം അടിച്ചു വീഴ്ത്തി. മേരി റീഡ് ഒരേ സമയം 2 പേരോട് വാൾപ്പയറ്റ് നടത്തി. അവരുടെ വസ്ത്രങ്ങൾ കീറിപ്പറിഞ്ഞു, ശരീരത്തിൽ മുറിവുകളുണ്ടായി, ചോരയൊഴുകി. എങ്കിലും അവർ പിന്മാറാൻ തയ്യാറായില്ല. ഞങ്ങളെ പിടിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല, ആൻ വിളിച്ചു പറഞ്ഞു. പക്ഷേ ബാർനറ്റിന്റെ സൈന്യം വളരെ വലുതായിരുന്നു. 2 സ്ത്രീകൾക്ക് എത്ര നേരം പിടിച്ചു നിൽക്കാനാകും? പതുക്കെ പതുക്കെ സൈനികർ അവരെ വലഞ്ഞു. പിന്നിൽ നിന്ന് വന്ന കനത്ത പ്രഹരമേറ്റ് മേരി റീഡ് നിലത്തു വീണു. ആൻ ബോണിയെ 4 പേർ ചേർന്ന് ബലമായി കീഴ്പ്പെടുത്തി. അവർ തോറ്റില്ല, മറിച്ച് എണ്ണത്തിൽ കുറവായതുകൊണ്ട് മാത്രം കീഴടക്കപ്പെട്ടതായിരുന്നു. അവരെ ബന്ധിച്ച ശേഷം ബ്രിട്ടീഷ് സൈനികർ കപ്പലിന്റെ ഉള്ളിലേക്ക്, ഹോൾഡിലേക്ക് പോയി. അവിടെ മദ്യപിച്ച് ലക്ക് കെട്ട് പേടിച്ചു വിറച്ചിരിക്കുന്ന കാലിക്കോ ജാക്കിനെയും മറ്റു നാവികരെയും അവർ കണ്ടെത്തി. ഒരെതിർപ്പ് പോലും കൂടാതെ ജാക്ക് കീഴടങ്ങി. തന്റെ കാമുകനായ ജാക്കിനെ സൈനികർ വലിച്ചിഴച്ചു കൊണ്ടുവരുന്നത് കണ്ടപ്പോൾ ആൻ ബോണിയുടെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. അവൾ അവനെ നോക്കിയില്ല. അവളുടെ നോട്ടം ചക്രവാളത്തിലെ ഇരുട്ടിലേക്കായിരുന്നു. താൻ സ്നേഹിച്ച പുരുഷൻ, താൻ വിശ്വസിച്ച നായകൻ, നിർണായക നിമിഷത്തിൽ വെറുമൊരു ഭീരുവായി മാറിയത് അവൾക്ക് സഹിക്കാനായില്ല. ബാർനറ്റ് ജാക്കിന്റെ കപ്പൽ പിടിച്ചെടുത്തു. എല്ലാവരെയും ചങ്ങലയിൽ ബന്ധിച്ചു. അന്ന് രാത്രി തന്നെ അവർ ജമൈക്കയിലെ പോർട്ട് റോയലിലേക്ക് യാത്ര തിരിച്ചു. കപ്പലിന്റെ ഇരുളടഞ്ഞ തടവറയിൽ കിടക്കുമ്പോൾ ജാക്ക് മൗനത്തിലായിരുന്നു. ചങ്ങലകളുടെ കിലുക്കം മാത്രം. എന്നാൽ തൊട്ടപ്പുറത്ത് മുറിവേറ്റ ശരീരവുമായി കിടക്കുന്ന ആനും മേരിയും പരസ്പരം നോക്കി ചിരിച്ചു. വേദനയുടെ ചിരിയല്ല, മറിച്ച് അഭിമാനത്തിന്റെ ചിരി. നമ്മൾ പൊരുതിയാൻ, മേരി പതുക്കെ പറഞ്ഞു. അതെ, നമ്മൾ പൊരുതി. മറ്റുള്ളവരെപ്പോലെ നമ്മൾ ഒളിച്ചോടിയില്ല, ആൻ മറുപടി നൽകി. വാർത്ത കാട്ടുതീ പോലെ പടർന്നു. കാലിക്കോ ജാക്ക് പിടിയിലായി.
കൂടെ ആ 2 രാക്ഷസ സ്ത്രീകളും. ജമൈക്കയിലെ ജനങ്ങൾ ആ കാഴ്ച കാണാൻ തടിച്ചുകൂടി. ചങ്ങലയിൽ ബന്ധിക്കപ്പെട്ട് തല കുനിച്ചു നടക്കുന്ന ജാക്കിനെയും തല ഉയർക്കിപ്പിടിച്ച് ആണുങ്ങളെ വെല്ലുവിളിക്കുന്ന നോട്ടവുമായി നടക്കുന്ന ആനിനെയും മേരിയെയും അവർ അത്ഭുതത്തോടെ നോക്കി. ഇനി അവരെ കാത്തിരിക്കുന്നത് വിചാരണയാണ്. കടൽക്കൊള്ളക്കാർക്ക് അക്കാലത്ത് ലഭിച്ചിരുന്ന ഏക ശിക്ഷ തൂക്കുകയർ മാത്രമാണ്. സ്പാനിഷ് ടൗണിലെ കോടതിമുറിയിൽ ചരിത്രപ്രസിദ്ധമായ ആ വിചാരണ നടക്കാൻ പോകുന്നു. പക്ഷേ അവിടെയും വിധി അവർക്കായി ചില നാടകങ്ങൾ കാത്തുവച്ചിരുന്നു. തൂക്കുകയറിന് മുന്നിൽ നിൽക്കുമ്പോഴും ആൻ ബോണിയും മേരി റീഡും ലോകത്തെ ഞെട്ടിക്കാൻ പോകുകയായിരുന്നു. എന്തായിരുന്നു ആ ട്വിസ്റ്റ്? ജാക്കിന്റെ അവസാന നിമിഷങ്ങൾ എങ്ങനെയായിരുന്നു? നവംബർ 16-നായിരുന്നു പുരുഷന്മാരുടെ വിചാരണ നടന്നത്. ജാക്കിനൊപ്പം ജോർജ് ഫെദർസ്റ്റൺ മാസ്റ്റർ, റിച്ചാർഡ് കോർണർ ക്വാർട്ടർ മാസ്റ്റർ, ജോൺ ഡേവിസ്, ജോൺ ഹോവൽ തുടങ്ങിയവരും പ്രതിക്കൂട്ടിലുണ്ടായിരുന്നു. കോടതിയിൽ വാദങ്ങൾ ആരംഭിച്ചു. കടൽക്കൊള്ളക്കാർക്കെതിരെയുള്ള കുറ്റങ്ങൾ വളരെ വ്യക്തമായിരുന്നു. വില്യം എന്ന സ്ലൂപ്പ് കപ്പൽ മോഷ്ടിച്ചു. 7 ചെറിയ മത്സ്യബന്ധന ബോട്ടുകളെ കൊള്ളയടിച്ചു. മേരി എന്ന സാര എന്നീ 2 വലിയ വ്യാപാര കപ്പലുകളെ ആക്രമിച്ച് സാധനങ്ങൾ കവർന്നു. സാക്ഷികൾ ഓരോരുത്തരായി വന്നു. അതിലേറ്റവും പ്രധാനപ്പെട്ട സാക്ഷി മൊഴി നൽകിയത് ഡോറത്തി തോമസ് എന്ന സ്ത്രീയായിരുന്നു. ജാക്കിന്റെ ക്രൂ ആക്രമിച്ച ഒരു ചെറിയ വള്ളത്തിലുണ്ടായിരുന്ന യാത്രക്കാരിയായിരുന്നു അവർ. ഡോറത്തിയുടെ മൊഴി ചരിത്രരേഖകളിൽ ഇന്നും വ്യക്തമായി കാണാം. അവർ കോടതിയിൽ പറഞ്ഞു, അവർ ക്രൂരന്മാരായിരുന്നു. എന്നെ കൊലപ്പെടുത്താൻ അവർ ശ്രമിച്ചു. പക്ഷേ അവരെക്കാൾ ഭീകരർ അവരുടെ കൂടെ ഉണ്ടായിരുന്ന ആ 2 സ്ത്രീകളായിരുന്നു, ആൻ ബോണിയും മേരി റീഡും. അവർ ആണുങ്ങളുടെ വസ്ത്രം ധരിച്ചിരുന്നു. കയ്യിൽ തോക്കുകളും വാളുകളും ഉണ്ടായിരുന്നു. വേഗത്തിൽ തുഴയാൻ മടിച്ചതിന് അവർ മറ്റ് നാവികരെ തെറിവിളിക്കുകയും ഭീഷണിപ്പെടുത്തുകയും ചെയ്യുന്നത് ഞാൻ കേട്ടു. ഡോറത്തിയുടെ മൊഴി ജാക്കിന്റെ ക്രൂവിനെതിരെയുള്ള ശക്തമായ തെളിവായി മാറി. ജാക്കിനും കൂട്ടർക്കും കാര്യമായി ഒന്നും പറയാനുണ്ടായിരുന്നില്ല. തങ്ങൾ നിർബന്ധിതരായി കടൽക്കൊള്ളക്കാരായതാണെന്നും സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലമാണ് ഇങ്ങനെ ചെയ്തതെന്നും അവർ വാദിക്കാൻ ശ്രമിച്ചു. എന്നാൽ ഗവർണർ ലോസ് അത് മുഖവിലക്കെടുത്തില്ല. പ്രത്യേകിച്ച് പിടിക്കപ്പെട്ട സമയത്ത് കപ്പലിന്റെ അറയിൽ ഭയം നൊളിച്ചിരുന്നവരാണിവരെന്ന് നാവികസേനാ ഉദ്യോഗസ്ഥർ മൊഴി നൽകിയതോടെ അവരുടെ വീരപരിവേഷം പൂർണ്ണമായി മഴിഞ്ഞു വീണു. കോടതി വിധി പ്രഖ്യാപിച്ചു. പ്രതികളെല്ലാവരും കുറ്റക്കാരാണ്. എല്ലാവരെയും തൂക്കിലേറ്റാൻ വിധിക്കുന്നു. നവംബർ 17-ന് തന്നെ ജാക്കിന്റെ ക്രൂവിലെ 9 പേരെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കി. എന്നാൽ ജാക്കിനെ തൂക്കിലേറ്റാൻ നിശ്ചയിച്ചിരുന്നത് നവംബർ 18-നായിരുന്നു. തൂക്കിലേറ്റപ്പെടുന്നതിന് തൊട്ടുമുമ്പ് ജാക്കിന് ഒരു ആഗ്രഹം അനുവദിച്ചു നൽകി. തന്റെ കാമുകിയും സഹപ്രവർത്തകയുമായിരുന്ന ആൻ ബോണിയെ അവസാനമായി ഒന്ന് കാണണം. ആൻ ബോണിയും മേരി റീഡും അപ്പോഴും ജയിലിലായിരുന്നു. അവരുടെ വിചാരണ കഴിഞ്ഞിരുന്നില്ല. ഇരുളടഞ്ഞ തടവറയിലേക്ക് ജാക്ക് കടന്നു ചെന്നു. അവൻ ആനിന്റെ മുഖത്തു നോക്കി. ആ നിമിഷം അവൻ ആഗ്രഹിച്ചത് അല്പം സഹതാപമായിരുന്നു. താൻ മരിക്കാൻ പോകുകയാണ്. തന്നെ സ്നേഹിച്ചിരുന്ന സ്ത്രീയുടെ കണ്ണീരോ അല്ലെങ്കിൽ ഒരു നല്ല വാക്കോ അവൻ പ്രതീക്ഷിച്ചു. പക്ഷേ ആൻ ബോണി കരയുന്നില്ലായിരുന്നു. അവളുടെ കണ്ണുകളിൽ പുച്ഛമായിരുന്നു. ചരിത്രം രേഖപ്പെടുത്തിയ ഏറ്റവും ക്രൂരവും എന്നാൽ സത്യസന്ധവുമായ വാക്കുകൾ അവിടെ വെച്ചാണ് ആൻ ബോണി പറഞ്ഞത്. ജാക്കിന്റെ മുഖത്തു നോക്കി അവൾ പറഞ്ഞു, നിന്നെ ഇവിടെ കാണുന്നതിൽ എനിക്ക് സങ്കടമുണ്ട് ജാക്ക്. പക്ഷേ നീയൊരാണിനെപ്പോലെ പൊരുതിയിരുന്നെങ്കിൽ ഇന്ന് നിനക്ക് ഒരു പട്ടിയെപ്പോലെ തൂങ്ങിച്ചാകേണ്ടി വരില്ലായിരുന്നു. ആ വാക്കുകൾ ജാക്കിന്റെ ഹൃദയത്തിൽ തറച്ചു. ശാരീരികമായ മരണത്തേക്കാൾ വേദന നൽകുന്നതായിരുന്നു ആ മാനസിക പ്രഹരം. ബാർനെറ്റിന്റെ സൈന്യം കപ്പലിൽ കയറിയപ്പോൾ ഒളിച്ചോടിയ ജാക്കിന്റെ ഭീരുത്വത്തെ ആൻ ബോണി ഒരിക്കലും ക്ഷമിച്ചിരുന്നില്ല. ഒരു കടൽക്കൊള്ളക്കാരൻ മരിക്കേണ്ടത് വാളേന്തി പൊരുതിക്കൊണ്ടാവണം, അല്ലാതെ പിടിക്കപ്പെട്ട് തൂക്കുകയറിലല്ല എന്നതായിരുന്നു അവളുടെ സിദ്ധാന്തം. നവംബർ 18, 1720 പോർട്ട് റോയലിലെ ഗാലോസ് പോയിന്റിൽ വെച്ച് ജോൺ കാലിക്കോ ജാക്ക് റാഖാം തൂക്കിലേറ്റപ്പെട്ടു. എന്നാൽ ബ്രിട്ടീഷ് ഭരണകൂടം അവിടെയും നിർത്തിയില്ല. ഭാവിയിൽ വരാനിരിക്കുന്ന കടൽക്കൊള്ളക്കാർക്ക് ഒരു പാഠമാവണം ജാക്കിന്റെ മരണം എന്ന് ഗവർണർ ആഗ്രഹിച്ചു.
സാധാരണയായി തൂക്കിലേറ്റിയ ശേഷം മൃതദേഹം മറവു ചെയ്യുകയാണ് പതിവ്. എന്നാൽ ജാക്കിന്റെ കാര്യത്തിൽ അങ്ങനെയായിരുന്നില്ല. അവന്റെ മൃതദേഹം ടാർ പൂശി ഒരു ഇരുമ്പുകൂട്ടിലടച്ചു. പോർട്ട് റോയലിന്റെ പ്രവേശന കവാടത്തിലുള്ള ഒരു ചെറിയ ദ്വീപിൽ ആ കൂട് കെട്ടിത്തൂക്കി. കടലിലൂടെ വരുന്ന കപ്പലുകൾക്ക് കാണാവുന്ന വിധത്തിൽ കാറ്റിലും വെയിലിലും കിടന്ന് ആ ശരീരം അഴുകി. ആ സ്ഥലം പിന്നീട് റാക്ഹാംസ് കേ എന്നറിയപ്പെടാൻ തുടങ്ങി. ഇന്നും ജമൈക്കയിൽ ആ സ്ഥലം ആ പേരിൽ തന്നെയാണ് അറിയപ്പെടുന്നത്. കടൽക്കൊള്ളയുടെ സുവർണ കാലഘട്ടത്തിന്റെ അന്ത്യം കുറിക്കുന്ന ഒരടയാളമായി ജാക്കിന്റെ അസ്ഥികൂടം വർഷങ്ങളോളം അവിടെ കിടന്നു. ജാക്കിന്റെ മരണം കഴിഞ്ഞ് 10 ദിവസത്തിനു ശേഷം നവംബർ 28-ന് ആൻ ബോണിയെയും മേരി റീഡിനെയും കോടതിയിലേക്ക് കൊണ്ടുവന്നു. ഈ വിചാരണ ജാക്കിന്റേതിനേക്കാൾ വാർത്താപ്രാധാന്യം നേടിയിരുന്നു. കാരണം 2 സ്ത്രീകൾ കടൽക്കൊള്ള നടത്തിയെന്നത് അന്നത്തെ സമൂഹത്തിന് ചിന്തിക്കാൻ പോലും കഴിയില്ലായിരുന്നു. കോടതിയിൽ സാക്ഷികൾ വീണ്ടും ഹാജരായി. അവർ ഏകസ്വരത്തിൽ പറഞ്ഞു, ഈ 2 സ്ത്രീകൾ ആണുങ്ങളെക്കാൾ അപകടകാരികളാണ്. കപ്പൽ പിടിച്ചെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ആക്രോശിക്കുന്നതും ആയുധങ്ങൾ ഉപയോഗിക്കുന്നതും ഇവരാണ്. പലപ്പോഴും ഇവരുടെ ക്രൂരത കണ്ട് പുരുഷന്മാരായ നാവികർ പോലും മാറി നിൽക്കാറുണ്ട്. തോമസ് പെൻ എന്ന സാക്ഷി പറഞ്ഞു, ഞങ്ങൾ കീഴടങ്ങിയ സമയത്ത് ഈ സ്ത്രീകൾ ഞങ്ങളെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തി. ഞങ്ങൾക്കെതിരെ സാക്ഷി പറയാൻ ആരും ബാക്കിയുണ്ടാവരുത് എന്ന് പറഞ്ഞ് ഞങ്ങളെ വെട്ടിക്കൊലപ്പെടുത്താൻ അവർ ആഹ്വാനം ചെയ്തു. തെളിവുകൾ ശക്തമായിരുന്നു. ഗവർണർ ലോസിന് സംശയമൊന്നുമില്ലായിരുന്നു. ആൻ ബോണി, മേരി റീഡ് എന്നിവർ കുറ്റക്കാരാണ്. ഇവരെയും തൂക്കിലേറ്റാൻ കോടതി വിധിക്കുന്നു. വിധി കേട്ടിട്ടും ആനിന്റെയും മേരിയുടെയും മുഖത്ത് ഭാവഭേദമുണ്ടായില്ല. ജഡ്ജ് ശിക്ഷ നടപ്പാക്കാനുള്ള തീയതി കുറിക്കാൻ തൂലികയെടുത്തു. അപ്പോൾ കോടതിയിലെ ക്ലാർക്ക് പതിവ് പോലെ ഒരു ചോദ്യം ചോദിച്ചു. ശിക്ഷ നടപ്പാക്കുന്നതിനു മുൻപ് നിങ്ങൾക്കെന്തെങ്കിലും പറയാനുണ്ടോ? അവിടെ വെച്ച് ചരിത്രത്തിലെ ഏറ്റവും വലിയ ട്വിസ്റ്റ് സംഭവിച്ചു. ആനും മേരിയും പരസ്പരം നോക്കി. പിന്നെ കോടതിയെ നോക്കി ഒരേ സ്വരത്തിൽ പറഞ്ഞു, മൈ ലോർഡ്, വി പ്ലീഡ് അവർ ബെല്ലീസ്. കോടതി നിശബ്ദമായി. അന്നത്തെ നിയമപ്രകാരം ഗർഭിണിയായ ഒരു സ്ത്രീയെ വധശിക്ഷയ്ക്ക് വിധിക്കാൻ പാടില്ല. കുറ്റവാളിയാണെങ്കിലും വയറ്റിലുള്ള കുഞ്ഞ് നിരപരാധിയാണ്. അതുകൊണ്ട് കുഞ്ഞ് ജനിക്കുന്നതുവരെ വധശിക്ഷ നടപ്പാക്കാൻ കഴിയില്ല. ഡോക്ടർമാർ ഉടൻ തന്നെ അവരെ പരിശോധിക്കാനെത്തി. പരിശോധന ഫലം കോടതിയെ ഞെട്ടിച്ചു. അതെ, ആൻ ബോണിയും മേരി റീഡും ഗർഭിണികളായിരുന്നു. കാലിക്കോ ജാക്കിന്റെ കുഞ്ഞായിരുന്നു ആനിന്റെ വയറ്റിൽ. മേരി റീഡിന്റെ കുഞ്ഞ് ആരുടേതായിരുന്നു എന്ന് ചരിത്രകാരന്മാർക്ക് ഇന്നും കൃത്യമായ ധാരണയില്ല. കപ്പലിലുണ്ടായിരുന്ന മറ്റൊരു നാവികനുമായി മേരി പ്രണയത്തിലായിരുന്നു എന്ന് പറയപ്പെടുന്നു. കോടതി കുടുങ്ങി. അവർക്ക് വധശിക്ഷ സ്റ്റേ ചെയ്യേണ്ടി വന്നു. പ്രസവം കഴിയുന്നതുവരെ ശിക്ഷ നടപ്പാക്കില്ല എന്ന് ഗവർണർ വിധിച്ചു. അങ്ങനെ തൂക്കുകയറിന്റെ തൊട്ടുമുന്നിൽ വെച്ച് തങ്ങളുടെ വയറ്റിലുള്ള ജീവന്റെ ബലത്തിൽ ആ 2 പെൺപുലികൾ മരണത്തെ തോൽപ്പിച്ചു. ജാക്ക് തൂക്കിലേറ്റപ്പെട്ടു. ക്രൂ വധിക്കപ്പെട്ടു. പക്ഷേ ആനും മേരിയും വീണ്ടും ജയിലിലേക്ക് മടങ്ങി. എന്നാൽ കഥയവിടെ അവസാനിച്ചില്ല. ജയിലിലെ ജീവിതം കഠിനമായിരുന്നു. 18-ാം നൂറ്റാണ്ടിലെ ജയിലുകൾ രോഗങ്ങളുടെ കൂടാരമായിരുന്നു. അവരുടെ വിധി എന്താകും? കുഞ്ഞുങ്ങൾ ജനിക്കുമോ? അതോ ജയിലിനുള്ളിൽ വെച്ച് അവർ മരിക്കുമോ? കാലിക്കോ ജാക്ക് എന്ന ജോൺ റാക്കാമിന്റെ ശരീരം പോർട്ട് റോയലിന്റെ കവാടത്തിലുള്ള ആ ചെറിയ ദ്വീപിൽ റാക്കംസ് കേയിൽ തൂങ്ങിയാടാൻ തുടങ്ങിയതോടെ കരീബിയൻ കടലിലെ ഒരു വലിയ അധ്യായത്തിന് തിരശീല വീണുവെന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യം കരുതി. കടൽ കൊള്ളക്കാർക്കുള്ള ഏറ്റവും വലിയ മുന്നറിയിപ്പായിരുന്നു ആ കാഴ്ച. ടാർ പൂശിയ ആ ശരീരം വെയിലും മഴയുമേറ്റഴുകി എല്ലുകൾ മാത്രമായി മാറുന്നതുവരെ അവിടെ കിടന്നു. കപ്പലുകളിൽ കടന്നുപോകുന്ന നാവികർ ആ കാഴ്ച കണ്ട് ഭയന്നു വിറച്ചു. രാജാവിനെ വെല്ലുവിളിച്ചാൽ ഇതാണ് ഗതിയെന്ന ഗവർണർ വുഡ്സ് റോജേഴ്സ് ലോകത്തോട് പറയാതെ പറഞ്ഞു. പക്ഷെ കഥയവിടെ അവസാനിച്ചില്ല. ജാക്കിന്റെ മരണം വെറുമൊരു തുടക്കം മാത്രമായിരുന്നു. ചരിത്രം ഉറ്റുനോക്കിയിരുന്നത് സ്പാനിഷ് ടൗണിലെ ആ ഇരുണ്ട ജയിലറകളിലേക്കായിരുന്നു. അവിടെ ഗർഭിണികളായ 2 സ്ത്രീകൾ മരണത്തെ മുഖാമുഖം കണ്ടു കഴിയുന്നുണ്ടായിരുന്നു. ആൻ ബോണിയും മേരി റീഡും. ജാക്ക് തൂക്കിലേറ്റപ്പെട്ട് 5 മാസങ്ങൾ കൂടി കടന്നുപോയി. 1720ന്റെ അവസാനം മുതൽ 1721ന്റെ തുടക്കം വരെ ആൻ ബോണിയും മേരി റീഡും ജയിലിൽ നരകതുല്യമായ ജീവിതമാണ് നയിച്ചത്. 18-ാം നൂറ്റാണ്ടിലെ ജയിലുകൾ ഇന്നത്തെ പോലെയായിരുന്നില്ല. വൃത്തിഹീനമായ സാഹചര്യം, കൊതുകുകൾ, എലികൾ, പോഷകാഹാരക്കുറവ് എന്നിവയാൽ രോഗങ്ങൾ അവിടെ നിത്യസംഭവമായിരുന്നു. പ്രത്യേകിച്ച് ജയിൽ പനി എന്നറിയപ്പെട്ടിരുന്ന ടൈഫസ് അക്കാലത്ത് തടവുകാരെ കൊന്നൊടുക്കിയിരുന്നു. മേരി റീഡിന്റെ ആരോഗ്യം ദിവസം ചെല്ലുന്തോറും മോശമായിക്കൊണ്ടിരുന്നു.
ഗർഭിണിയായിരുന്ന അവൾക്ക് വേണ്ടത്ര പരിചരണം ലഭിച്ചില്ല. ചരിത്രരേഖകൾ പ്രകാരം 1721 ഏപ്രിൽ മാസത്തിൽ മേരി റീഡ് ജയിലിൽ വെച്ച് പ്രസവിച്ചുവെന്നും, എന്നാൽ പ്രസവത്തെ തുടർന്നുണ്ടായ അണുബാധയോ അല്ലെങ്കിൽ ജയിലിലെ പനിയോ കാരണം അവൾ മരണമടഞ്ഞുവെന്നും കരുതപ്പെടുന്നു. ജമൈക്കയിലെ സെയിന്റ് കാഥറിൻ ഇടവകയിലെ പള്ളിയിലെ രേഖകളിൽ ഇന്നും ആ വരികൾ കാണാം. മേരി റീഡ് പൈറേറ്റ് ഡൈഡ് ഇൻ പ്രിസൺ ആൻഡ് ബറീഡ് ഓൺ 28 ഏപ്രിൽ 2021. മേരി റീഡ് കടൽക്കൊള്ളക്കാരി ജയിലിൽ വെച്ച് മരിച്ചു. 1721 ഏപ്രിൽ 28 സംസ്കരിച്ചു. ആണുങ്ങളെപ്പോലെ ജീവിച്ച് ആണുങ്ങളെക്കാൾ വീറോടെ പൊരുതിയ ആ പെൺപുലി ഒടുവിൽ 4 ചുമരുകൾക്കുള്ളിൽ ആരുമില്ലാതെ അനാഥയായി മരിച്ചു. അവളുടെ കുഞ്ഞിനെന്ത് സംഭവിച്ചുവെന്നത് ഇന്നും ചരിത്രത്തിൽ വ്യക്തമല്ല. കുഞ്ഞും അമ്മയോടൊപ്പം മരിച്ചിരിക്കാനാണ് സാധ്യതയെന്ന് ചരിത്രകാരന്മാർ വിലയിരുത്തുന്നു. മേരി റീഡ് മരിച്ചതോടെ ആൻ ബോണി ജയിലിൽ ഒറ്റയ്ക്കായി. അവളുടെ മാനസികാവസ്ഥ എന്തായിരുന്നുവെന്ന് നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ. തന്റെ കാമുകൻ തൂക്കിലേറ്റപ്പെട്ടു, ഉറ്റ സുഹൃത്ത് മരിച്ചു, ഇനി അടുത്തത് താനാണ്. എന്നാൽ ചരിത്രത്തിലെ ഏറ്റവും വലിയ അത്ഭുതം ഇവിടെയാണ് സംഭവിക്കുന്നത്. മേരി റീഡിന്റെ മരണം ഔദ്യോഗിക രേഖകളിലുണ്ടെങ്കിലും ആൻ ബോണിയുടെ മരണത്തെക്കുറിച്ച് ഒരു രേഖയും ജമൈക്കൻ ആർക്കൈവുകളിലില്ല. അവളെ തൂക്കിലേറ്റിയതായി രേഖകളില്ല, ജയിലിൽ വെച്ച് മരിച്ചതായും രേഖകളില്ല. പിന്നെ അവൾക്ക് എന്ത് സംഭവിച്ചു? ഇവിടെയാണ് ചരിത്രകാരന്മാരുടെ ഇടയിൽ ഏറ്റവും പ്രചാരമുള്ള സിദ്ധാന്തം അഥവാ തിയറി കടന്നുവരുന്നത്. ആൻ ബോണി ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ളവളായിരുന്നില്ല എന്ന് നമ്മൾ നേരത്തെ കണ്ടു. അവളുടെ അച്ഛൻ വില്യം കോർമാക് അമേരിക്കയിലെ സൗത്ത് കരോലിനയിൽ വലിയ തോട്ടങ്ങളുള്ള പണക്കാരനായ ഒരു അഭിഭാഷകനായിരുന്നു. ആൻ കടൽക്കൊള്ളക്കാരിയായപ്പോൾ അച്ഛൻ അവളെ തള്ളിപ്പറഞ്ഞിരുന്നു. എന്നാൽ തന്റെ മകൾ ഗർഭിണിയാണെന്നും തൂക്കുകയറിന്റെ വക്കിലാണെന്നും അറിഞ്ഞപ്പോൾ ആ പിതൃഹൃദയം ഉണർന്നിരിക്കാം. അന്നത്തെ കാലത്ത് ജമൈക്കയിലെ ഉദ്യോഗസ്ഥരെയും ജയിലർമാരെയും പണം കൊടുത്ത് സ്വാധീനിക്കാൻ എളുപ്പമായിരുന്നു. ഏറ്റവും വിശ്വസനീയമായ ചരിത്ര പഠനങ്ങൾ, പ്രത്യേകിച്ച് ക്യാപ്റ്റൻ ചാൾസ് ജോൺസന്റെ എ ജനറൽ ഹിസ്റ്ററി ഓഫ് ദ പൈറേറ്റ്സ് എന്ന പുസ്തകത്തെ ആസ്പദമാക്കി പറയുന്നത് ഇതാണ്: ആൻ ബോണിയുടെ അച്ഛൻ തന്റെ സ്വാധീനം ഉപയോഗിച്ച് അവളെ ജാമ്യത്തിലിറക്കുകയോ ജയിൽ ചാടിക്കുകയോ ചെയ്തു. വധശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ ഗവർണർക്ക് വൻ തുക കൈക്കൂലി നൽകിയിട്ടുണ്ടാകാം. ജയിലിൽ നിന്ന് പുറത്തുവന്ന ആൻ തന്റെ പഴയ പേരും പൈറേറ്റ് എന്ന മേൽവിലാസവും ഉപേക്ഷിച്ചു. അവൾ സൗത്ത് കരോലിനയിലെ ചാൾസ് ടൗണിലേക്ക് തിരിച്ചുപോയി. അവിടെ അവൾ ജോസഫ് ബേർലി എന്നൊരു പ്രാദേശിക കച്ചവടക്കാരനെ വിവാഹം കഴിച്ചു. ഒരു സാധാരണ വീട്ടമ്മയായി 8 കുട്ടികളുടെ അമ്മയായി അവൾ ജീവിച്ചു. കടലിലെ ചോരയും പുകയുമുള്ള ജീവിതത്തിന് നേർവിപരീതമായ ശാന്തമായ ജീവിതം. 1782 തന്റെ 80-ാം വയസ്സിൽ അവൾ വാർദ്ധക്യസഹജമായ അസുഖങ്ങളാൽ മരിച്ചു എന്ന് പറയപ്പെടുന്നു. ചിന്തിച്ചു നോക്കൂ, കാലിക്കോ ജാക്കിന്റെ അരയിൽ കത്തിയും തിരികെ നടന്ന കാമുകി ഒടുവിൽ പേരക്കുട്ടികൾക്ക് കഥകൾ പറഞ്ഞുകൊടുക്കുന്ന ഒരു മുത്തശ്ശിയായി മാറി. ഇതൊരു സ്ഥിരീകരിക്കപ്പെട്ട വസ്തുതയല്ലെങ്കിലും ചരിത്രകാരന്മാർക്കിടയിൽ ഏറ്റവും സ്വീകാര്യമായ സാധ്യത ഇതാണ്. കാലിക്കോ ജാക്ക് മരിച്ചെങ്കിലും അവൻ ലോകത്തിന് നൽകിയൊരു സമ്മാനം ഇന്നും ജീവിക്കുന്നു. ഒരുപക്ഷെ ജാക്ക് പോലും കരുതിയിട്ടുണ്ടാകില്ല അതിത്രയധികം പ്രശസ്തമാകുമെന്ന്. അക്കാലത്ത് ഓരോ കടൽ കൊള്ളക്കാരനും സ്വന്തമായി പതാകകൾ അഥവാ ജോളി റോജർ ഉണ്ടായിരുന്നു. കറുത്ത പതാകയിൽ വെളുത്ത ചിത്രം. അത് കാണുമ്പോഴേ ഇരകൾ ഭയക്കണം എന്നതായിരുന്നു ഉദ്ദേശം. എഡ്വേർഡ് ടീച്ച് ബ്ലാക്ക് ബിയേർഡ് ഉപയോഗിച്ചത് ഒരു അസ്ഥികൂടം കുന്തം കൊണ്ട് ഹൃദയം കുത്തുന്ന ചിത്രമായിരുന്നു. മറ്റു ചിലർ തലയോട്ടിയും എല്ലുകളും അഥവാ സ്കൾ ആൻഡ് ക്രോസ് ബോൺസ് ഉപയോഗിച്ചു. എന്നാൽ കാലിക്കോ ജാക്ക് രൂപകൽപ്പന ചെയ്ത പതാക കുറച്ചു വ്യത്യസ്തമായിരുന്നു. ഒരു കറുത്ത പശ്ചാത്തലത്തിൽ ഒരു മനുഷ്യന്റെ തലയോട്ടി സ്കൾ, അതിനു താഴെ 2 വലിയ വാളുകൾ പിണച്ചുവച്ചിരിക്കുന്നു, ക്രോസ്ഡ് കട്ട്ലസസ് അല്ലെങ്കിൽ സ്വോർഡ്സ്. ജാക്ക് ഇത് തെരഞ്ഞെടുത്തതിന് ഒരു കാരണമുണ്ടായിരുന്നു. ഞങ്ങൾ വരുന്നത് സംസാരിക്കാനല്ല, യുദ്ധം ചെയ്യാനാണ് എന്ന് പറയാതെ പറയുന്നതായിരുന്നു ആ വാളുകൾ. ഇന്ന് നിങ്ങൾ പൈറേറ്റ്സ് എന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്താലോ സിനിമകളിൽ കണ്ടാലോ ആദ്യം കാണുന്ന പതാക ഏതാണ്? അതെ, അത് കാലിക്കോ ജാക്കിന്റെ പതാകയാണ്. പൈറേറ്റ്സ് ഓഫ് കരീബിയൻ സിനിമയിലെ ബ്ലാക്ക് പേൾ കപ്പലിൽ പറക്കുന്നത് ജാക്കിന്റെ ഡിസൈനാണ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ യുദ്ധവീരനായിരുന്നില്ല ജാക്ക്, പക്ഷേ ബ്രാൻഡിംഗ് അറിയാവുന്നവനായിരുന്നു അവൻ. അവന്റെ ആ പതാക കടൽ കൊള്ളയുടെ എക്കാലത്തെയും വലിയ ചിഹ്നമായി മാറി. കാലിക്കോ ജാക്ക്, ആൻ ബോണി, മേരി റീഡ്, ഈ മൂവർ സംഘത്തിന്റെ കഥ
വെറുമൊരു സാഹസിക കഥയല്ല, അത് 18-ാം നൂറ്റാണ്ടിലെ സാമൂഹിക അവസ്ഥകളുടെ നേർക്കാഴ്ച കൂടിയാണ്. ജാക്ക്, ഒരു സാധാരണ നാവികന് പണവും പാരമ്പര്യവുമില്ലാതെ എങ്ങനെ ഒരു ക്യാപ്റ്റനാകാമെന്നും, എന്നാൽ മദ്യവും അഹങ്കാരവും എങ്ങനെ അവന്റെ വീഴ്ചയ്ക്ക് കാരണമാകാമെന്നും ജാക്ക് കാണിച്ചു തരുന്നു. ആൻ ബോണിയും മേരി റീഡും സ്ത്രീകൾക്ക് അടുക്കളയിൽ മാത്രമേ സ്ഥാനമുള്ളൂ എന്ന് വിശ്വസിച്ചിരുന്ന ഒരു ലോകത്ത് വാളെടുത്തു പോരാടി സ്വന്തം ഇടം കണ്ടെത്തിയവരാണവർ. ചരിത്രത്തിലെ ആദ്യത്തെ ഫെമിനിസ്റ്റുകൾ എന്ന് വേണമെങ്കിൽ അവരെ വിശേഷിപ്പിക്കാം. ഇന്ന് ജമൈക്കയിലെ പോർട്ട് റോയലിൽ ചെന്നാൽ കടലിന്റെ അടിയിൽ പഴയ നഗരത്തിന്റെ അവശിഷ്ടങ്ങൾ കാണാം. അവിടെ എവിടെയോ കാലിക്കോ ജാക്കിന്റെ ആത്മാവ് ഇപ്പോഴും അലയുന്നുണ്ടാകാം. ഒപ്പം ആൻ ബോണിയുടെ ചിരിയും മേരി റീഡിന്റെ വാളിന്റെ ശബ്ദവും തിരമാലകളിൽ അലയടിക്കുന്നുണ്ടാകാം. ഈ ചരിത്രകഥ ഇവിടെ പൂർണ്ണമാകുന്നു. കാലിക്കോ ജാക്കിന്റെയും കൂട്ടരുടെയും ജീവിതം ചരിത്രരേഖകളെയും തെളിവുകളെയും അടിസ്ഥാനമാക്കി ഇവിടെ വിവരിച്ചു. ചരിത്രത്തിലെ ഈ സംഭവങ്ങൾ സിനിമകളെക്കാൾ ത്രില്ലിംഗ് ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ജാക്കിനെ പോലൊരു ക്യാപ്റ്റനെയാണോ അതോ ആൻ ബോണിയെപ്പോലൊരു പോരാളിയെയാണോ നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ അറിയിക്കൂ.